കെ.എസ്.ആർ.ടി.സിയിൽ വലിയ രീതിയിലുള്ള അഴിമതികൾ നടക്കുന്നുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഗതാഗത മന്ത്രിയായി CP ജോൺ ആദ്യം ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം കെ.എസ്.ആർ.ടി.സിയെ മൊത്തത്തിലൊന്ന് പഠിക്കുക. എവിടെയൊക്കെ പോരായ്മകളുണ്ട്, എവിടെയൊക്കെ അഴിമതികളുണ്ട്, എവിടെയൊക്കെ തട്ടിപ്പുകൾ കെ.എസ്.ആർ.ടി.സിയിൽ നടന്നിട്ടുണ്ട് എന്നൊക്കെ ഒരു സമഗ്രമായ ഒരു ഓഡിറ്റ് നടത്തിയതിനു ശേഷം ഒരു ജനപ്രിയമായ പദ്ധതികളുമായി അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതികൾ അല്ലെങ്കിൽ മറ്റ് നടപടികളിലേക്ക് ഗതാഗത മന്ത്രി കടക്കുന്നതാണ് നല്ലത്. കാരണം കെ.എസ്.ആർ.ടി.സിയിലെ ഏതോ ഒരു ഭാഗത്ത് ക്യാൻസർ എന്ന ഒരു അഴിമതി എവിടെയോ പിടിച്ചിട്ടുണ്ട്. അതിനെ മുറിച്ചു മാറ്റുക ചെയ്താൽ മാത്രമേ ഇനി കെ.എസ്.ആർ.ടി.സി രക്ഷപ്പെടുകയുള്ളൂ. കാരണം കെ.എസ്.ആർ.ടി.സിയെ ഇത്രത്തോളം തകർത്ത് തരിപ്പണമാക്കിയത് അവിടുത്തെ പാർട്ടി തൊഴിലാളികളും അതോടൊപ്പം തന്നെ കെ.എസ്.ആർ.ടി.സിയിലെ ചില ജീവനക്കാരുമാണ്. എല്ലാ ജീവനക്കാരുമല്ല, ചില ജീവനക്കാരുമാണ്. അവരെയൊക്കെ മൊത്തത്തിലൊന്ന് ഉടച്ചു വാർത്താൽ മാത്രമേ കെ.എസ്.ആർ.ടി.സി ഇനി നല്ല ഒരു സ്ഥാപനമായി പോവുകയുള്ളൂ, നല്ല വരുമാനം കിട്ടുകയുള്ളൂ. അത് ചെയ്യാതെ എത്രത്തോളം തലകുത്തനെ നിന്നാലും കെ.എസ്.ആർ.ടി.സി രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിനെതിരെ ഒരു വിവാദമുണ്ടായിരുന്നു. അതായത് ഗണേഷ് കുമാർ ഒരേ മോഡലിലുള്ള ബസ്സുകൾ പല വിലയ്ക്ക് വാങ്ങിയെന്നത്, അതൊക്കെ തള്ളിക്കളയുന്ന ആരോപണമാണ് ഗണേഷ് കുമാർ ഇന്ന് നടത്തിയത്. പക്ഷേ പരിവാഹനിൽ അതിന് വ്യക്തമായ എല്ലാ ഡീറ്റെയിലുകളും ഉണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ പറയുന്നത് കെ.എസ്.ആർ.ടി.സി ബസ് പർച്ചേസിലെ വില വ്യത്യാസവുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണത്തിൽ മുൻ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറിന്റെ വിശദീകരണമെല്ലാം അത് റിപ്പോർട്ടുകളും വച്ച് നോക്കുമ്പോൾ വസ്തുതകൾക്ക് നിരക്കാത്തതാണ് എന്നാണ് ലഭിക്കുന്ന വിവരം. ബസ്സുകളുടെ വിലയിൽ വന്ന വലിയ മാറ്റങ്ങൾക്ക് കാരണം GST നിരക്കിലെ കുറവാണെന്നും 2 വ്യത്യസ്ത തരം വാഹനങ്ങളാണ് വാങ്ങിയതെന്നുമായിരുന്നു ഗണേഷ് കുമാറിന്റെ പ്രധാന വാദം. എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ ഔദ്യോഗിക പരിവാഹൻ സൈറ്റിലെ വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ വാദങ്ങൾ നിലനിൽക്കില്ല എന്നാണ് വ്യക്തമാകുന്നത്. ഒരേ ദിവസം ഒരേ മോഡൽ ബസ്സുകൾ വ്യത്യസ്ത വില നൽകി വാങ്ങിയതിലെ പൊരുത്തക്കേടുകളാണ് വിവാദത്തിന് ആധാരമായത്. 27 ലക്ഷം രൂപയ്ക്കും 30 ലക്ഷം രൂപയ്ക്കും കെ.എസ്.ആർ.ടി.സി വണ്ടി വാങ്ങിയിട്ടില്ലെന്നും മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ വ്യാജമാണെന്നും ഗണേഷ് കുമാർ വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുകയാണ്. തങ്ങൾ 21,50,000 രൂപയ്ക്കാണ് വാങ്ങിയതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ അവകാശവാദം. എന്നാൽ പരിവാഹൻ സൈറ്റിലെ വിവരങ്ങൾ പ്രകാരം ഒരേ ദിവസം പല വിലയ്ക്കാണ് വണ്ടികൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. GST 28% നിന്നും 18% കേന്ദ്ര സർക്കാർ കുറച്ചതാണ് വില വ്യത്യാസത്തിന് കാരണമെന്നാണ് മുൻ മന്ത്രി വിശദീകരിക്കുന്നത്. 2025 സെപ്റ്റംബർ 22 പുതിയ GST സ്ലാബ് നിലവിൽ വന്നത്. എന്നാൽ ഇതിനു മുമ്പ് ജൂലൈ 11 വാങ്ങിയ വാഹനങ്ങൾക്കും 18% GST മാത്രമേ ഈടാക്കിയിട്ടുള്ളൂ എന്ന് രേഖകൾ വ്യക്തമാക്കുകയാണ്. ഇതോടെ GSTയിലെ മാറ്റം മൂലമാണ് വില കൂടിയതെന്ന വാദം തകരുകയാണ്. ബസ്സുകളിലെ സസ്പെൻഷൻ സംവിധാനത്തിലുള്ള വ്യത്യാസമാണ് വിലയിൽ മാറ്റം വരാൻ കാരണമെന്ന് മറ്റൊരു വാദവും ഗണേഷ് കുമാർ ഉയർത്തിയിട്ടുണ്ട്. എയർ സസ്പെൻഷനുള്ള സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളും സ്പ്രിംഗ് സസ്പെൻഷനുള്ള സാധാരണ ബസ്സുകളും തമ്മിലുള്ള വില വ്യത്യാസമാണ് ഇതെന്നായിരുന്നു വിശദീകരണം. എന്നാൽ കെ.എസ്.ആർ.ടി.സിയുടെ ബില്ലുകൾ വിശദമായി പരിശോധിക്കുമ്പോൾ ഒരിടത്ത് പോലും എയർ സസ്പെൻഷൻ ആണോ സ്പ്രിംഗ് സസ്പെൻഷൻ ആണോ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല. എന്തുകൊണ്ട് വില കൂടി എന്നതിന് ബില്ലുകൾ കൃത്യമായ വിശദീകരണം പോലും ബില്ലിൽ രേഖപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ദുരൂഹത വർദ്ധിക്കുന്നത്. മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ കെ.എസ്.ആർ.ടി.സിയുടെ രേഖകളിലല്ല എന്നും മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ കെ.എസ്.ആർ.ടി.സിയുടെ രേഖകൾ അല്ലെന്നും പരിവാഹൻ സൈറ്റിലെ വിവരങ്ങൾ തെറ്റാണ് എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത്. പരിവാഹൻ സൈറ്റിലെ വിവരങ്ങൾ ക്രോഡീകരിച്ച ഗ്രാഫിക് മാത്രമാണ് മാധ്യമങ്ങൾ കാണിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്നാൽ രാജ്യത്തെ മുഴുവൻ വാഹനങ്ങളുടെയും കൃത്യമായ വിവരങ്ങൾ അടങ്ങിയ ഔദ്യോഗിക പ്ലാറ്റ്ഫോമായ പരിവാഹനെ ഒരു മുൻ ഗതാഗത മന്ത്രി തന്നെ തള്ളി പറയുന്നത് വിഷയത്തിൽ നിന്നും ഒളിച്ചോടാനാണെന്ന വിമർശനം ശക്തമാണ്. ഈ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് താൻ ഏത് അന്വേഷണത്തെയും നേരിടാൻ തയ്യാറാണെന്ന് ഗണേഷ് കുമാർ വെല്ലുവിളിച്ചിട്ടുണ്ട്. CBI വേണമെങ്കിൽ അന്വേഷിക്കട്ടെ എന്നും താൻ നേരിടാം എന്നൊക്കെയാണ് ഗണേഷ് കുമാർ ഇപ്പോൾ വീരവാദം മുഴങ്ങുന്നതെങ്കിലും ഒരു വീരവാദമൊക്കെ ഇപ്പോൾ ഗണേഷ് കുമാർ മുഴക്കുന്നുണ്ട്. CBI അന്വേഷണം വന്നാൽ വന്നോട്ടെ എന്ന്, എന്റെ മടിയിൽ കനമില്ല എന്നൊക്കെ സാധാരണ CPM-കാരുടെ ഒരു സ്ഥിരം ഡയലോഗാണ്. പക്ഷേ CBI വരുമ്പോൾ പിന്നെ ഗണേഷ് കുമാറിനെ മഷിയിട്ട് നോക്കിയാൽ പോലും പത്തനാപുരത്ത് പോലും കാണില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കൂടുതൽ ബസ് വാങ്ങിച്ചത് കൊണ്ടായിരിക്കണം ഗണേഷ് കുമാറിന് ടാറ്റ പുതിയ ആഡംബര വാഹനം സമ്മാനമായി നൽകിയത് എന്നൊരു സംശയവും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പരിവാഹൻ സൈറ്റിലെ കണക്കുകളെല്ലാം തന്നെ കൃത്യമാണ്. കാരണം അത് ഏതെങ്കിലും ഒരു ലോക്കൽ സംവിധാനമുള്ള ഒരു വെബ്സൈറ്റ് അല്ല. രാജ്യത്തെ എല്ലാ
വാഹന ഉപഭോക്താക്കളും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ചെക്ക് ചെയ്യുന്ന 24 മണിക്കൂറും ആക്സസ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ് പരിവാഹൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ കണക്കുകൾ പൊരുത്തക്കേടാണെന്ന് പറയുന്നെങ്കിൽ ഗണേഷ് കുമാർ ഇതിൽ എന്തോ ഒരു തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നതിൻ്റെ ഒരു ത്രെഡ് തന്നെയാണ് ഗണേഷ് കുമാർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ നൽകിയിരിക്കുന്നത്.